ഹായ്, ഇന്ന് ഞങ്ങൾ പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ സപ്താഹമായന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കുഞ്ഞാറ്റിയും പിന്നെ വീട്ടിൽ നിന്ന് ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ അന്നദാനത്തിന് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ക്യൂ നിൽക്കുന്നതിന് മുമ്പ് ടോക്കൺ എടുക്കണം. ടോക്കൺ ഉള്ള ആളുകളെയാണ് ഫസ്റ്റ് കയറ്റി വിടുള്ളൂ. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അന്നദാനമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും വെയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നല്ല തണലുണ്ട്, അവിടെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ചെരുപ്പ് അപ്പുറത്താണ് അഴിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങളിവിടേക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചേച്ചി ചെരുപ്പ് എടുക്കാൻ പോയിട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ ഓരോന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, എവിടെ കാണുന്നില്ലല്ലോ, പോയിട്ട് കുറേ നേരം ആയല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെയും കുഞ്ഞാറ്റ എടുത്തിട്ട് കുഞ്ഞാറ്റയും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ചേച്ചി ചെരുപ്പായിട്ട് വന്നു. എന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി നിൽക്കുമ്പോൾ അവൾ സ്റ്റെപ്പ് കയറി ഇറങ്ങി കളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നല്ല വെയിലും. അപ്പോൾ ഞങ്ങൾ ഗോപുരത്തിൻ്റെ താഴെ കുറച്ച് നേരം നിന്നു. റോഡിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ണ് ചിമ്മണ വെയിൽ കേട്ടോ. അങ്ങനെ തിരിച്ചു പോരാൻ നേരത്തെ അവൾക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട് 3 ലൈം പറഞ്ഞു. അപ്പോൾ 3 ലൈം എന്തോ ലൈമിൻ്റെ ടേസ്റ്റ് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ചേച്ചിയോട് തന്നെ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റയുടെ പകുതി ലൈം ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഗ്ലാസ് ജ്യൂസും പിന്നെ 1/2 ഗ്ലാസ് ജ്യൂസും കുടിച്ച്. അങ്ങനെ 3 ഗ്ലാസ് ജ്യൂസ് ചേച്ചിയാണ് കുടിച്ച് പറഞ്ഞിട്ട് അതിന് കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് വട്ടയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് വട്ടയപ്പം വാങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഞങ്ങൾ കാക്കരാത്ത പടി വരെ ബസ്സിൽ വന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്.